അത് തന്നെ എന്റെ പേടി. കുറച്ചു ദിവസങ്ങളായി എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ചികിത്സ കഴിഞ്ഞ് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ അവൾക്കും ഇതുപോലെ മറ്റൊരു കുഞ്ഞിനെ ഓർമ്മ വന്നാലോ? അവളുടെ പഴയ ജീവിതത്തിൽ ഭർത്താവും മക്കളൊക്കെ ഉണ്ടായ നമ്മൾ എന്തു ചെയ്യും? അമ്മ എപ്പോഴാ പോയത്? അമ്മ മോളോട് രാവിലെ പറഞ്ഞതല്ലേ, വൈകിട്ട് മോള് വരുന്നതിന് മുൻപ് അമ്മ പോവൂന്ന്. മോൾ എന്തിനാ വിഷമിക്കുന്നേ? ആന്റി ഉണ്ടല്ലോ ഇവിടെ. അപ്പോ അച്ഛമ്മ എവിടെ? അത് പിന്നെ അച്ഛമ്മ അവരുടെ കൂടെ പോയി. മോളെ, അച്ഛമ്മ അവരുടെ കൂടെ നിക്കാൻ പോയതല്ല. 2 ദിവസം കഴിയുമ്പോ അച്ഛമ്മ ഇങ്ങ് വരും. എന്നെയും കൂടെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അച്ഛമ്മ തിരിച്ചു വരുമ്പോ എനിക്കും പോരായിരുന്നല്ലോ. മോള് വിഷമിക്കല്ലേ. എനിക്ക് അമ്മയോട് ഇപ്പൊ സംസാരിക്കണം. മോളിപ്പോ സ്കൂളിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഒന്ന് ഫ്രഷായി സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ട് പിന്നെ വിളിക്കാം. വേണ്ട, എനിക്കിപ്പൊ എന്റെ അമ്മയോട് സംസാരിക്കണം. ആന്റി പറയുന്നത് കേൾക്കും മോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അമ്മയോട് സംസാരിക്കണം. സംസാരിക്കണം. ശരി, ഞാൻ ഇപ്പൊ വിളിച്ചുതരാം. ബെല്ലടിക്കുന്നുണ്ട്. ദാ ശിശിരിച്ചി, ഗൗരിമോളെ. അമ്മേ. എന്താ മോളെ? എന്തിനാ മോള് കരയുന്നേ? എന്തു പറ്റി? എനിക്ക് അമ്മയെ കാണണം. മോൾ എന്തായി പറയുന്നേ? ഒരുപാട് ദൂരെയല്ലേ അമ്മ? അമ്മ വീഡിയോ കോൾ ചെയ്യട്ടെ? വേണ്ട, എനിക്ക് നേരിട്ട് കണ്ടാ മതി. അത് പറ്റില്ലല്ലോ മോളെ. മോൾ ഇങ്ങനെ അമ്മയെ വിഷമിപ്പിക്കല്ലേ. അമ്മ മോളോടെല്ലാം പറഞ്ഞല്ലേ. എന്താടോ, എന്തു പറ്റി? മോള് കരയാ. മോളെന്തിനാ കരയുന്നേ? ശിശിര അവളെ വല്ല വഴക്കും പറഞ്ഞോ? അമ്മ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല. അമ്മ ഒരു ട്രീറ്റ്മെന്റിന് വന്നല്ലേ മോളെ? ആശ്രമത്തിലെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോവാ. അമ്മയ്ക്ക് എങ്ങനെ വരാൻ പറ്റാ? ഇപ്പൊ മോൾക്കറിയാതെ ശിശിരാന്റി പറയുന്നൊക്കെ കേക്ക്. 2 ദിവസം കഴിയുമ്പോ അമ്മ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അച്ഛനോട് പറയാം. സത്യാണോ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ? സത്യം. എന്റെ പൊന്നു മോളല്ലേ, അമ്മ മോളോട് കള്ളം പറയോ? സത്യം പറഞ്ഞാ ഇതുവരെ അമ്മയുടെ മനസ്സ് കരയായിരുന്നു. വിഷമിക്കണ്ട കേട്ടോ. മോളെ കൊണ്ടുവരുന്ന കാര്യം അമ്മ അച്ഛനോട് ഇപ്പൊ തന്നെ പറയാം. ഇനി വാക്ക് മാറ്റരുത്. ഇല്ല മോളെ, സംശയം ഉണ്ടെങ്കിൽ ഇതാ ഞാനിപ്പോ അച്ഛൻ്റെ കൊടുക്കാം. മോളെ, അച്ഛാ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ? മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. സന്തോഷമായിട്ടിരിക്കേ. 2 ദിവസം കഴിയുമ്പോ അച്ഛൻ മോളെയും കൊണ്ടുവരും. നീ ഇങ്ങോട്ട് താ, ഞാൻ അവളോട് സംസാരിക്കാം. മോളെ, അച്ഛമ്മയാ. ഞാൻ അച്ഛമ്മയുടെ കൂട്ടില്ല. അച്ഛമ്മ എന്നോട് പറയാതെ പോയില്ലേ? അത് പിന്നെ മോളുടെ അമ്മയെ നോക്കാൻ ഇവിടെ ആള് വേണ്ടേ മോളെ? 2 ദിവസം കഴിഞ്ഞ് അച്ഛമ്മ അങ്ങോട്ട് വരും. എന്നിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് 2 പേർക്കും കൂടി വരാം. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാ ഞാൻ ഫോൺ അമ്മയുടെ കൊടുക്കട്ടെ? മോളെ. അമ്മേ. ഇപ്പൊ മോക്ക് സന്തോഷായില്ലേ? മോള് സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചോ? ഇല്ല. എന്നാ മോൾ അമ്മ പറയുന്ന കേക്കോ? ഫോൺ വെച്ചിട്ട് സന്തോഷത്തോടെ പോയി സ്നാക്സ് ഒക്കെ കഴിക്കാം. 2 ദിവസം കഴിഞ്ഞ് മോള് അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞെത്താൻ പോവില്ലേ? ചെന്നെന്തേലും കഴിക്ക. ശരി. ആ, ഫോൺ വെക്കില്ലേ? അമ്മയ്ക്കൊരു ഉമ്മതാ. ഉമ്മ. ഇനിയിപ്പോ രാത്രി വിളിക്കാട്ടോ. ശരി അമ്മേ. എടോ, എന്താ? ഒന്നുമില്ല. കണ്ടില്ലേടാ ആ കുഞ്ഞിനോടുള്ള അവളുടെ ഒരു അടുപ്പം. അവളെ കാണാതായിട്ട് 1 ദിവസം തികഞ്ഞില്ല. അപ്പോഴേക്കും
അമ്മയ്ക്കും മോൾക്കും കാണാതിരിക്കാൻ പറ്റാതായി. അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് നമ്മൾ വിചാരിച്ചോളൊന്നുമല്ല, അതിനും അപ്പുറത്താ. അത് തന്നെ എന്റെ പേടി. കുറച്ചു ദിവസങ്ങളായി എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ചികിത്സ കഴിഞ്ഞ് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ അവൾക്കും ഇതുപോലെ മറ്റൊരു കുഞ്ഞിനെ ഓർമ്മ വന്നാലോ? അവളുടെ പഴയ ജീവിതത്തിൽ ഭർത്താവും മക്കളൊക്കെ ഉണ്ടായ നമ്മൾ എന്തു ചെയ്യും? അമ്മേ, എനിക്ക് വിശക്കുന്നു. ചെന്ന് അമ്മൂമ്മയോട് പറ, അല്ലെങ്കിൽ സ്നേഹാന്റിയോടോ അനക്കയോടോ പറഞ്ഞാ മതി. വേണ്ട, എനിക്ക് അമ്മ വാരി തരണം. അമ്മയ്ക്ക് വയ്യ മോളെ, നീ ചെല്ല്. അമ്മ കുറച്ചു നേരം ഇവിടെ സമാധാനമായിട്ടൊന്ന് ഇരുന്നോട്ടെ. ഇല്ല, അമ്മ വാരി തരാതെ ഞാൻ കഴിക്കത്തില്ല. അമ്മ വാ. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ വാരി തന്നാ മാത്രം നീ കഴിക്കുള്ളോ? അല്ലെങ്കിൽ എന്താ, നിനക്ക് ആഹാരം ഇറങ്ങത്തില്ലേ? ആതിരേ, എന്താടി, എന്താ ഇവിടെ പ്രശ്നം? എന്താ മോളെ കാര്യം? എനിക്ക് ചോറ് വാരി തരാൻ പറഞ്ഞേനാ അമ്മ എന്നെ വഴക്കു പറയുന്നേ. ആതിരേ, നീ എന്തിനാ മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. വെറുപ്പും ദേഷ്യമൊക്കെ എനിക്ക് എന്നോട് മാത്രം. കുറച്ചേരം മനസമാധാനമായിട്ട് ഇരിക്കാന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. മോളെ, ഒരു പ്രതിസന്ധി മുന്നിൽ വരുമ്പോ ഇങ്ങനെ നിയന്ത്രണം വിട്ട് പെരുമാറുകയല്ല വേണ്ടത്. അതിനെ സമചിത്തതയോടെ നേരിടണം, പരിഹാരങ്ങൾ ആലോചിക്കണം. അല്ലാതെ മതി കവല പ്രസംഗം. എല്ലാവർക്കും ഉപദേശിക്കാൻ എളുപ്പമാ. നഷ്ടപ്പെടാനുള്ളതേ എനിക്കും എന്റെ മോക്കും മാത്രം. എടി, എല്ലാം നീ ആയിട്ട് വരുത്തി വെച്ചതല്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ കൊച്ചിനെ വഴക്ക് പറഞ്ഞോണ്ടോ നീ ഇങ്ങനെ പട്ടിണി കിടന്ന് സ്വയം ഒരുക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് വേറെ ഒന്നും വേണ്ട. ഒന്ന് ശല്യപ്പെടുത്താതെ പോയി തന്നാ മതി. എന്റെ ഈ ജന്മം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചോട്ടെ. മോളെ, അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാ നീ പ്ലീസ് അമ്മേ, ഒന്ന് എന്നെ വെറുതെ വിടുവോ? വാ മോളെ.